നമസ്കാരം, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെല്ലുലോയിഡിൻ്റെ കൗച്ചിൽ മിണ്ടിയും പറഞ്ഞിൻ്റെ ഡയറക്ടറും കോ റൈറ്ററും അരുൺ ബോസ് ആൻഡ് മൃദുൽ. ലെറ്റ്സ് വെൽക്കം ദം ടു സെല്ലുലോയിഡ്. ഉണ്ണി മൂന്തൻ ഐ തിങ്ക് മാർക്കോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിൽ വേറൊരു ഇമേജിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും ഗ്രൗണ്ടഡ് ആയ ഒരു മനുഷ്യനെ എങ്ങനെ കണ്ടു? ലൈക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ചോയ്സ് എടുത്തപ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒന്ന് മനസ്സിലൊരു പതർച്ച ഉണ്ടായില്ല? യു ന്യൂ ഹി കുഡ് ഡു ഇറ്റ്. നമ്മളൊരു സിനിമ ഇപ്പം ലൂക്കയാണെങ്കിലോ മിണ്ടിയും പറഞ്ഞാണെങ്കിലോ എഴുതുന്ന സമയത്തൊന്നും നമ്മൾ ആരെപ്പറ്റിയും ചിന്തിക്കാറില്ല, ഇന്ന ആളിത് ചെയ്യണം എന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടല്ല നമ്മളൊരു സിനിമ എഴുത്ത് സമയത്ത്. ഇപ്പം ലൂക്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ലൂക്കയുടെ നമ്മൾ ഇത് സിനിമയാക്കാം എന്ന് ചിന്തിക്കുന്ന ആ നിമിഷം ആ ക്യാരക്ടർ ചേരുന്നൊരു ഫേസാണ് ആക്ച്വലി തേടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബൈ ചാൻസ് മൃദുലിൻ്റെ കാണിച്ചൊരു ഫോട്ടോ ആയിരുന്നു ടൊവിനോയുടെ. ടൊവിനോ ഒന്നൊരു വലിയ ആക്ടർ ആയിട്ടില്ല, സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റാറായി മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് 7th ഡേ കൂതറയൊക്കെ കഴിയുന്ന സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ടൊവിനോ. അപ്പോൾ എനിക്ക് വേണ്ടൊരു മുഖം ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഉണ്ട്. 2, ഞാൻ ടൊവിനോയുടെ ഫസ്റ്റ് മീറ്റിൽ എനിക്ക് കിട്ടിയ ഒരു വൈബുണ്ട്. ആൾ എത്രമാത്രം ഈ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട്, ആ വൈബ്, ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അതിനുശേഷം ഞാൻ മറ്റൊരു ആർട്ടിസ്റ്റിലേക്ക് ചിന്തിച്ചിട്ടില്ല, ഞാൻ ഒരാളിലേക്ക് പോയിട്ടുമില്ല. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മിണ്ടിയും പറഞ്ഞിട്ട് കേസ്. ഞങ്ങൾ ഈ കഥ ഒന്ന് ഫൈനലായ ശേഷം ഉണ്ണിയായിട്ടുള്ളൊരു മീറ്റിംഗ് കിട്ടിയപ്പോൾ ഉണ്ണിനെ ഒന്ന് കാണാനായിട്ടാണ് പോയത്. ഫസ്റ്റ് ഉണ്ണിയെടുത്ത് മീറ്റ് ചെയ്തു, ഉണ്ണിയെടുത്ത് സംസാരിച്ചു. ഞാനവിടെ കണ്ട ഒരു സാധാരണക്കാരനായ ഉണ്ണിയാണ്, ഉണ്ണി മുകുന്ദനെയാണ്. റിയാലിറ്റിയിൽ അദ്ദേഹം അത്രയും സാധാരണക്കാരനാണ്. അപ്പം ഇത്രയും സാധാരണക്കാരനായിട്ട് റിയൽ ലൈഫിൽ ബിഹേവ് ചെയ്യുന്ന ഉണ്ണി മുകുന്ദനിൽ നിന്ന് ഇതിലും സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രത്തെ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാമെന്നൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ടായി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഉണ്ണി അതിനോട് കാണിച്ചൊരു കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ഈ കഥ ഒരു ബ്രീഫ് ചെയ്ത ശേഷം തിരക്കഥ വാങ്ങിച്ചിരുന്നു. ഇതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ണി വിളിച്ചല്ലടാ, ഉണ്ണി വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ഓഫീസിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. നമ്മൾ വിചാരിച്ചു ഓക്കെ ചെയ്യുന്നില്ല, വായിച്ചിട്ട് ചെയ്യുന്നില്ല എന്ന് പറയാനായിരിക്കും. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലാണ്. അപ്പോൾ ഞാൻ അരുണിൻ്റെ ഫ്ലാറ്റിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഓക്കെ ഇപ്പോൾ ഉണ്ണി ഇത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്താണ് എന്നൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ടെൻസ്ഡായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ണി നമ്മളോട് പറഞ്ഞു ബ്രോ ഞാനത് വായിച്ചു, എന്നാലും ബ്രോ എനിക്കൊന്ന് വായിച്ചു തരും, എനിക്ക് അങ്ങനെ കേൾക്കാൻ കുറച്ചും കൂടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇരുന്ന് ഒന്നേന്ന് വായിച്ചു. അപ്പോൾ ഉണ്ണിക്കുള്ള ചെറിയ ചെറിയ ഡൗട്ടുകൾ ആദ്യം പോലും നിങ്ങളിരുന്ന് വായിച്ചു, മുഴുവനായിട്ട് നമ്മളൊന്ന് വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ ഉണ്ണി ഓരോ സീനും ഉൾക്കൊണ്ട് ചോദിക്കുന്ന കുറേ ഡൗട്ടുകളും. ശരി, അപ്പോൾ ഉണ്ണിക്കത് ഉണ്ണിയെ കഥാപാത്രം കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ടാണ് അത് കേൾക്കുന്നതെന്നും അതാവാൻ ഉണ്ണിയുടെ മനസ്സിൽ അത്രയധികം ആഗ്രഹം ഉണ്ടെന്നുള്ളൊരു വൈബ് ഒരു തീരുമാനം ഞാൻ കിട്ടി. പിന്നെ വേറെ ആളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ ഉണ്ണി ആ സമയത്ത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് ഹി വാസ് ഓൾസോ ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദിസ്, നമ്മളിങ്ങനെയാണ് ഉണ്ണിക്ക് ഇതേ പറ്റുള്ളൂ എന്ന് പറയുന്ന സംഭവം നമുക്കറിയായിരുന്നു. ഉണ്ണിക്ക് ഇതല്ല, ഉണ്ണി ഒരു ഇതല്ല, ഉണ്ണിക്ക് ഒരു സ്പെക്ട്രം ഉണ്ട്, ഒരു റേഞ്ച് ഉണ്ട് എന്നുള്ളത്. അപ്പം അത് ഇപ്പൊ വളരെ എവിഡന്റ് ആയി. ഇപ്പൊ മാർക്കോ വന്നു കഴിഞ്ഞിട്ട് ഇത് വരുമ്പോഴത്തേക്കും ആസ് യു സെഡ് ഒരു എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഉണ്ണി മുകുന്ദനെ വെച്ചൊരു സിനിമ ചെയ്ത കോൺഫിഡൻസിൽ ഞാൻ പറയാണ്, ഉണ്ണി ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട നല്ലൊരു നടനാണ്. കാരണം ഉണ്ണി ഡെലിബറേറ്റ് ആയിട്ട് ചിന്തിക്കാതെ തന്നെ, ഇപ്പം നമ്മൾ മെത്തഡ് ആക്ടേഴ്സിൻ്റെ ചില സ്വഭാവങ്ങളുണ്ട്. ഒരു ക്യാരക്ടറിലേക്ക് പരിപൂർണമായിട്ട് ആയി മാറുന്ന, റിയൽ ലൈഫിൽ ചെറുതായിട്ട് ഒരു ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം കാണിക്കുന്നത്. ഞാൻ ഒരു മിണ്ടിയും പറഞ്ഞും നടക്കുമ്പോഴുള്ളൊരു 2-3 സന്ദർഭങ്ങൾ പറയാം. ഒന്ന്, ഫസ്റ്റ് സ്കെഡ്യൂൾ ഷൂട്ട് നമ്മൾ പ്രസൻ്റ് ആയിരുന്നു ഷൂട്ട് ചെയ്തത്. അന്ന് ഉണ്ണി താടിയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ചിട്ട് ഒരു മെച്യൂർഡ് മനുഷ്യനായിട്ടാണ് വന്നത്. സനൽ ആ എപ്പിസോഡ് മുഴുവൻ ഉണ്ണിയുടെ ബിഹേവിയർ ആ ഒരു മെച്യൂർഡ് ഇത് കഴിഞ്ഞ് ഒരു ചെറിയ ബ്രേക്ക് ഇട്ട ശേഷമാണ് പ്രസന്റ് ഡേ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. പാസ്റ്റ് ഷൂട്ട് ചെയ്ത് വന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ണിമുകുന്ദൻ വന്നത് വേറെ ഉണ്ണിമുകുന്ദനായിട്ട് വളരെ പ്ലേഫുൾ ആയിട്ട് വളരെ ചിയർഫുൾ ആയിട്ട്. അവിടെ ഞാൻ നോക്കുമ്പം അവിടെ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പുറത്തേക്കൊക്കെ പോകുന്നു, തിരിച്ചു വരുന്നു, സാധാരണക്കാരായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത്. അത് മാത്രമല്ല കേട്ടോ, ത്രൂ ഔട്ട് ദ ഷൂട്ട് ഈ ദിവസങ്ങളിൽ ത്രൂ ഔട്ട് ഉണ്ണിയാണെങ്കിലും അപർണയാണെങ്കിലും ഈ നാട്ടുകാരുമായിട്ട് വളരെയധികം മിങ്കിൾ ചെയ്തിരുന്നു. അവർ പരിപൂർണമായിട്ട് നാട്ടുകാരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്ത് അതുപോലെ ബിഹേവ് ചെയ്യാൻ ഇവർ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വേറെ ഇൻസ്റ്റൻസ് ഞാൻ പറയാം. ഇപ്പം ഈ
ഒരു ദിവസം ഒരു കടയുടെ മുമ്പിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ണി അവിടെ ഇരുന്നൊരു കുട്ടിയായിട്ട് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡയലോഗ്സ് പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ അതിന്റെ ഇത് കിട്ടാനോ ഭാഷയുടെ രീതിയും അതുപോലെ ഉണ്ണിയുടെ ഡയലോഗ് പറയും, ഓപ്പോസിറ്റ് നിൽക്കേണ്ട ആളുടെ ഡയലോഗ് ആ കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ കുട്ടി സീനിലുള്ള ഷൂട്ട് കാണാൻ വന്ന ഒരു പയ്യനെ വിളിച്ച് കൂടെ ഇരുത്തിയിട്ട് ഇതുപോലെ ഡെഡിക്കേറ്റ് ആയിട്ട്. പിന്നെ ഞാൻ പറയില്ലേ, ഈ ത്രൂ ഔട്ട് ദ ഡേ ഓഫ് ദ ഷൂട്ട് ഇവർ അവിടെ ഒരു കാരവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ആ സമയത്ത് ഷൂട്ട് ചെയ്ത സമയത്ത്. ഇവർ രാവിലെ എൻ്റെ ഒപ്പമാണ് വരുന്നത് രണ്ടുപേരും. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എവിടെയാണോ ഷൂട്ട് ചെയ്യുന്നത് അവിടെ ഉണ്ട് പറഞ്ഞുകൊണ്ട് എനിക്കിവർ അവൈലബിൾ ആണ്. പിന്നെ ഇവർ ഈ സമയം ഇൻ ബിറ്റ്വീൻ സമയം മുഴുവൻ സ്പെൻഡ് ചെയ്ത് നാട്ടുകാരായിട്ട് മിങ്കിൾ ചെയ്യാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നാടിൻ്റെ ഒരു പൾസ്, ആ നാടിൻ്റെ സ്വഭാവം, ഉണ്ണി വേറൊരു നാട്ടുകാരനാണ്, പക്ഷേ ഉണ്ണിക്ക് ആ ഒരു നാടിൻ്റെ സ്വഭാവം കറക്റ്റായിട്ട് കിട്ടി. അവിടെ എങ്ങനെ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു രീതി കറക്റ്റായിട്ട് കിട്ടി. ഇതിനാണ് അപർണ ഈക്വലി ഇവർ കട്ടയ്ക്ക് രണ്ടുപേരും നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ സിനിമയിൽ ത്രൂ ഔട്ട് ഇവരെ തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഫ്രെയിമിലും അപർണ ഓൾറെഡി ഒരു എന്താ പറയാ ഹൈ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നൊരു മുഖമാണ്. അപ്പം ഇത് റിപ്പീറ്റ് ചെയ്യാണെന്നുള്ളൊരു തോട്ട് ഉണ്ടായില്ല? ഒരു നാച്ചുറൽ ചോയ്സ് ആണ് ഇങ്ങനെ വരുമ്പോൾ. നമ്മൾ എഴുതുമ്പോൾ ഒരാളുടെ മുഖം അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി എഴുതുക എന്നില്ലെങ്കിൽ പോലും നമുക്കൊരു ചെറിയ റെഫറൻസ് ഒക്കെ നമ്മുടെ ഈ ഡയലോഗ്സ് ഒക്കെ എഴുതുന്ന സമയത്തുണ്ട്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന അപർണയായിരുന്നു, പക്ഷെ അപർണ നമുക്ക് അപ്രോച്ചബിൾ ആണോ എന്നൊന്നും അറിയില്ല. ആ സമയത്ത് അപർണ അത്യാവശ്യം എനിക്ക് മറ്റേ സുറൈ പോട്ടറൊക്കെ കഴിഞ്ഞ് ഒരു സൗത്ത് ഇന്ത്യൻ പ്രസൻസ് ഉള്ള സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയത്താണ്. അപ്പം നമ്മൾ പ്രൊഡ്യൂസറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് പറഞ്ഞ് സലീമക്കയും ഞങ്ങളോട് പറഞ്ഞു അവരുടെ തിരക്കായിരിക്കും, ഡേറ്റ് കിട്ടുമെന്ന് അറിയില്ല, ഞങ്ങളുടെ ഒരു പടം ചെയ്യുന്നുണ്ട്, വന്നൊന്ന് പറഞ്ഞു നോക്കാം, ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. വന്നു. പറഞ്ഞോട് നമ്മൾ ഒരു സെറ്റിൽ ഒരു ഷൂട്ടിൻ്റെ ഇടയിലാണ് നമ്മൾ കഥ പറയുന്നത്. ജസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു ചേട്ടൻ ഞാൻ ചെയ്യാം, നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ലൈനായിരുന്നു. ഈ പറഞ്ഞ പോലെ അപർണ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് അപർണ തന്നെ അപർണയെ മോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞ അവരുടെ അച്ഛൻ വിളിക്കുന്നത് ഇപ്പോൾ ഹൈ റേഞ്ച് സ്റ്റാർ എന്നാണ്. പക്ഷെ ഭയങ്കര രസമായിട്ട് അപർണ അതിലേക്ക് ജെല്ലാവുന്നുണ്ടായിരുന്നു. അത് ആ സ്ലാങ്ങിലുള്ള കാര്യങ്ങളാണെങ്കിലും അവരുടെ രീതികളൊക്കെ ആണെങ്കിലും. അപ്പം ചേട്ടൻ പറഞ്ഞാൽ അപർണ ഒരു നാച്ചുറൽ ചോയ്സ് ആയിരുന്നു. ആ നാച്ചുറൽ ചോയ്സ് അപർണ ഇങ്ങോട്ട് എഗ്രി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഭാഗം കംപ്ലീറ്റ്ലി നമുക്ക് അപർണയുടെ വേറൊരു നല്ല ക്വാളിറ്റി ഒരു ആസ് എൻ ആക്ടർ ഹൗ എഫിഷ്യൻ്റ് എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അപർണ സ്ക്രിപ്റ്റ് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ഒന്ന് റൺ ത്രൂ ചെയ്യും, ഒന്ന് വായിക്കും. ഇതിനുശേഷം അപർണ അവിടെ പല പല ആക്ടിവിറ്റികളായിരിക്കും. സെറ്റിൽ പലരുമായിട്ട് മിങ്കിൾ ചെയ്ത് ചിരിച്ച് കളിച്ച് അത് ഇതൊക്കെ അങ്ങനെ. പിന്നെ ഞാൻ ടേക്കിന് വിളിച്ചാൽ ആ വായിച്ച ഇമോഷൻ, ആ ഡയലോഗ് അതേപടി വന്ന് പെർഫോം ചെയ്തിട്ട് പോകും. അത് അത്രമാത്രം ഒറ്റ റീഡിങ്ങിൽ തന്നെ ഇറ്റ്സ് ക്ലിയർ ഫോർ. നമുക്ക് ഭയങ്കര ഒരു ഡിലൈറ്റ് ടു വാച്ചാണ് അപർണ ഈ ഷൂട്ട് ചെയ്യണ സമയത്ത് നമ്മൾ എഴുതിയിട്ടുള്ള ഒരു സാധനം അത് അപർണ ഡെലിവറി ചെയ്യുന്ന കാണാനായിട്ട്. ഗെറ്റ്സ് ഇൻ ദ സ്കിൻ ഓഫ് ദ ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ആപ്റ്റാണ് അപർണയുടെ കാര്യത്തിൽ. അപർണ ആ ടേക്കിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹൈ റേഞ്ചുകാരി ലീനയാണ്. അവിടെ നമ്മൾ കണ്ടിട്ടുള്ള അപർണയുടെ ഒരു ലാഞ്ചന പോലും ഉണ്ടാവില്ല. ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ജാഫർ ഇടുക്കി, ജാഫ്രിക്ക ഒരു ഡയലോഗ് വായിച്ച ശേഷം ജാഫ്രിക്കയുടെ കുറേ ന്യൂആൻസസ് ഉണ്ട്. ഈ ഹൈ റേഞ്ചിൻ്റെ അവിടുത്തെ ഭാഷ മാത്രമല്ല അവിടുത്തെ ആൾക്കാർ അത് നന്നായിട്ട് ജാഫ്രിക്ക അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സീനിൽ മറ്റേ കുരുമുളക് പറിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ജാഫ്രിക്കാണ് പറഞ്ഞ് കുരുമുളക് പറിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കെട്ടുന്നത്. ജാഫ്രിക്കനെ അത് കെട്ടി ജാഫ്രിക്കനെ കയറിയത് പറയ്ക്കും. ജാഫ്രിക്കയുടെ ഈ ഇംപ്രൂവൈസേഷൻസ് ഈ കഥ ഈ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഡയലോഗിൽ കൊണ്ടുവരുന്ന ഇംപ്രൂവൈസേഷൻ നമ്മുടെ സിനിമയെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ച ഒരുമാതിരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും ഈ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ആ മൂവിയുടെ വിജയം. ചൂടായിട്ടും വരുന്നു, 2 സീക്വൻസുകളേ ഉള്ളൂ, പക്ഷേ ഹി ജസ്റ്റ് എലിവേറ്റ്സ് ഇറ്റ്. അത് തന്നെ അതിൻ്റെ ഒരു സാധനം. അപ്പം എല്ലാവരും നമുക്ക് ചെറിയ റോളുകളിൽ വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ആതിര, ഇപ്പം ശിവ ഹരിഹരൻ, ശിവ ഒരു സീനിലാണ് വരുന്നത്. പക്ഷെ അതിലുള്ളൊരു സട്ടിൽ ഹ്യൂമറൊക്കെ വളരെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സഞ്ജു മധു, നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സഞ്ജു, RJ വിജിത, ഇവരെല്ലാവരും വരുന്നു, മറ്റേ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന ഒരു ലൈനായിരുന്നു. വരുന്നു ചെറിയ കുറച്ചും കൂടെ അവരെ കാണണമെന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടോ. പിന്നെയും കാണാലോ. ഈ നേരത്തെ പറഞ്ഞാൽ ഈ ആതിര സുരേഷ് മറ്റേ അപർണയുടെ കൂടെ ഷീജ എന്ന പെൺകുട്ടി, അവള് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. 1-2 ചെറിയ
ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളൂ. ആതിരയുടെ ഒക്കെ ഒരു സീനിന് വേണ്ടിയിട്ടാണ് ആതിര വന്നത്. പക്ഷെ ആതിരയും അപർണയുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു ഭംഗി, അവരുടെ ഗിവ് ആൻഡ് ടേക്കുകൾ നമ്മളെ കൂടുതൽ എഴുതാൻ പ്രേരിപ്പിക്കുക ചെയ്തത്. നമ്മൾ അഡീഷണലി കുറച്ച് സീനുകൾ ഉണ്ടാക്കി, നേരത്തെ മൃദുൽ പറഞ്ഞ പോലെ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടെ അത്, അല്ലെങ്കിൽ ആതിര ഉണ്ടാവേണ്ടതല്ല ചില സീനിൽ, അവിടെ നമ്മൾ ആതിരനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇമ്പ്രൂവൈസ്ഡ് ആയി. അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള കുറേ ഓർഗാനിക് ചേഞ്ചുകൾ. എന്നിട്ട് സിനിമയുടെ ഷൂട്ട് ഡേയ്സ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. വളരെ മിനിമൽ രീതിയിൽ ചെയ്തൊരു സിനിമയാണ്. പാട്ട് ഇടയ്ക്ക് എടുത്തു പറഞ്ഞ് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രോം ലൂക്ക. ഇന്നും എനിക്ക് കേൾക്കുമ്പോഴത്തേക്കും എവിടെയാണോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മൂഡ് കംപ്ലീറ്റ് മാറും, വേറൊരു വേൾഡിലേക്ക് എത്തും. അതുപോലെ തന്നെ ഈ മൂവിയിലാണെങ്കിലും മണല് പാർന്നൂരി എന്നുള്ള പാട്ടൊക്കെ വളരെ റൈറ്റായിട്ട്, അത് നേരത്തെ നിങ്ങൾ ഇന്നടത്ത് പാട്ട് വേണമെന്നുള്ള ഒരു സാധനം ഓൾറെഡി ഉണ്ടോ സ്ക്രിപ്റ്റിൽ? എങ്ങനെയാണ് നിങ്ങൾ പാട്ടിനുള്ള സ്പേസ് എന്നതുണ്ട് എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വേണ്ട വിഷ്വൽസ് എന്താണെന്നുള്ളത് പിന്നീട് അർജുനനെ കൂടി ഡിസൈഡ് ചെയ്യാണ് ചെയ്തത്. ഈ മണൽ പാറുന്നൊരു പറഞ്ഞതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ ആ സിറ്റുവേഷനൊക്കെ പറഞ്ഞ് ഈ പാട്ടുകളുടെ കാര്യം പറയുമ്പോൾ ആദ്യം പറയേണ്ട പേര് സൂരജ് എസ് കുറുപ്പാണ്. ലൈക്ക് വി ഹാവ് എ മജീഷ്യൻ വിത്ത് അസ് എന്ന് പറയുന്ന പോലെ. അപ്പം സൂരജിനോട് ഈ സംഭവമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സൂരജ് പറഞ്ഞൊരു സജഷനാണ്, അവിടെ നമുക്ക് അരുണിനോടാണ് പറഞ്ഞത്, ചേട്ടാ നമുക്ക് അവിടെ എനിക്ക് നിങ്ങളൊരു കവിത എഴുതി തരുവാണെങ്കിൽ ഞാനത് ട്യൂൺ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ സുജേഷ് ഹരി ലിറിസിസ്റ്റ് വരുന്നു. സുജേഷ് പറഞ്ഞു സുജേഷ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ കുറെ കാലം കൂടിയിട്ടായിരിക്കും ലിറിക്ക് എഴുതിയിട്ട് ഒരു ട്യൂൺ ഉണ്ടാവുന്നത്. അപ്പൊ മണൽ വാറുന്നരി അങ്ങനെ ഉണ്ടായ ഒരു പാട്ടാണ്. ബാക്കി എല്ലാ പാട്ടുകളുടെയും പ്ലേസ്മെന്റ്സ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. ഇന്നതാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളത് അതുണ്ടായിരുന്നു. പക്ഷെ സൂരജ് ഈ പറഞ്ഞ പോലെ അരുൺചേട്ടൻ ആദ്യം സബ്ജക്റ്റുകൾ സംസാരിക്കുന്ന ഒരാള് സൂരജാണ്. അപ്പം ഈ ലൂക്കയുടെ കേസിലും ഒക്കെ ആദ്യം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള ഇതിൽ അത് ഈ ആൾക്ക് ആ ഒരു പ്രൊമൈസ് ആയിട്ട് ഭയങ്കര താതാത്മ്യം പ്രാപിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൂരജ് മൃദുൽ പറഞ്ഞ പോലെയാണ്, ഞാൻ ഒരു ഐഡിയ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഷെയർ ചെയ്യുന്ന ഒരാളാണ് സൂരജ്. അപ്പം സൂരജ് ആ സ്റ്റേജ് മുതലേ മ്യൂസിക്കലി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും സിനിമയെ പറ്റി. പിന്നെ മാത്രമല്ല, ഒരു പാട്ടുകൾ ജസ്റ്റ് ഒരു 3 പാട്ടുകൾ ചെയ്യുക അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ അല്ല സൂരജ് അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പൊ ലൂക്ക എടുത്തു കഴിഞ്ഞാലും മിണ്ടിയും പറഞ്ഞു എടുത്താലും പാട്ടുകൾ കൂടാതെ ചില പാട്ടുകൾ അതിനകത്തുണ്ട്. ഇപ്പൊ ഈ ലൂക്കയുടെ അവസാനം കൺകാണാ നേരം, മറ്റേ ആ ലൂക്ക ഇറങ്ങി നടക്കുന്ന സമയത്ത് ഹലൂസിനേറ്റ് ആയിട്ട് നടക്കുമ്പോൾ ഉള്ളത്, അത് ശരിക്കും ഒറിജിനലി പ്ലാൻ ചെയ്തൊരു സോങ് അല്ല. സൂരജ് ആ മൊമെന്റിൽ ഫീൽ ചെയ്ത് അവിടെ ഒന്ന് ഇമോഷനെ ലിഫ്റ്റ് ചെയ്യാൻ ഞാനിവിടെ ഒരു പാട്ട് ഒരു 4-5 വരി വെച്ചിട്ടുള്ളൊരു സംഭവം ചെയ്യാം. ഇതേപോലെ തന്നെ ഷൂട്ട് കഴിഞ്ഞു ഓൾറെഡി, അത് സ്ക്രിപ്റ്റിലാണ്. വിഷ്വൽസ് ഉണ്ട് അവിടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. സൂരജാണ് ഇപ്പൊ ആ നടന്നു പോകുന്ന ഞാനാകും ജീവൻ നീയാകും വാക്കിനെന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നത് അവിടെ സൂരജ് കൊണ്ടുവന്ന സംഭവമാണത്. അപ്പൊ ഇറ്റ് കൈൻഡ് ഓഫ് എലിവേറ്റ്സ്. ഇതിലും അപർണ ഇപ്പം സെക്കൻഡ് ഹാഫിൽ അപർണ ബൈക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരുടെ യാത്ര, സനല് കാറിൽ വരുന്നു, ഇവള് സ്കൂട്ടറിൽ പോകുന്നു, ഈ 2 യാത്രകൾ ചേർത്തിട്ട് ഒരു ചെറിയ ലിറിക്കൽ ഒരു സിംഗിങ് പീസ് കൊടുക്കാമെന്നുള്ളത് അവൻ ആഡ് ചെയ്തതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് സൂരജ് ഒരു സിനിമയുടെ ദേ ആർ കോ ആർട്ടിസ്റ്റ്. ഇവരെല്ലാവരും എൻ്റെ കോ ആർട്ടിസ്റ്റുകളാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ കൊളാബറേറ്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്, അല്ലാതെ എൻ്റെ ജോലി ഇത് ചെയ്തിട്ട് പോകാന്നുള്ള രീതിയിലുള്ള ആൾക്കാരല്ല ഇവരാരും. നമ്മൾ ആദ്യം റിലീസ് ചെയ്ത പാട്ടുണ്ടല്ലോ, നീയില്ല നെഞ്ചിൽ, നീയേ നെഞ്ചിൽ, നീയേ നെഞ്ചിൽ, സോറി രണ്ടും കൂടെ ചേർത്ത് പോയില്ല, നീയേ നെഞ്ചിൽ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ സിനിമയുടെ ഹീറോയും ഉണ്ട്, ഹീറോയിനും ഉണ്ട്, വില്ലനും ഉണ്ട്. വില്ലൻ മഴയാണല്ലോ. അപ്പോൾ അതിൻ്റെ ലിറിക്കും അതേപോലെ തന്നെയാണ് പോകുന്നത്. ഈ റൊമാൻസ് മാത്രമല്ല, അവിടെ വില്ലനും മഴയാണ് എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്തുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ പാട്ടുകളെ അപ്രോച്ച് ചെയ്യുന്നത്. തുടക്കം മുതലേ ഉള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഇപ്പം നിങ്ങൾ ചെയ്തിരിക്കുന്ന 3ാമത്തെ മൂവിയിലും ഒരു പ്രസൻസ് ഉണ്ട്. ലൈക്ക് സൂരജിൻ്റെ കാര്യം, അതില്ലാത്തൊരു കാര്യം DOP ആണ്. DOP ചേഞ്ച് അവിടെ നമ്മുടെ ലൂക്കയുടെ DOP നിമിഷായിരുന്നു. ഹീസ് വെരി യങ്, 23 വയസ്സായിരുന്നു. ഫസ്റ്റ് ഫിലിമായിരുന്നു. മിണ്ടിയും പറഞ്ഞില് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള്. അപ്പൊ എങ്ങനെയായിരുന്നു ഡിഫറൻസ് വർക്ക് ചെയ്തപ്പോഴത്തേക്കും? ലൂക്ക പോലൊരു സിനിമയ്ക്ക് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു DOP-നെയാണ്
അത് ശരിക്കും പറയാൻ നിമിഷ്, ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഫാക്കൽറ്റി ആയിരുന്ന സമയത്ത് ഇപ്പം ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു നിമിഷ്. അപ്പം നിമിഷിനെ ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. നിമിഷിൻ്റെ വർക്ക് എങ്ങനെയാണ്, നിമിഷ് ഒരു വർക്കിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കൈൻഡ് ഓഫ് ഹോംവർക്ക് യു ഡു ഫോർ എനിത്തിങ്. സോ ഇതിൽ നിന്നാണ് എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നത്, നിമിഷിന് ഇത് പറ്റും. അപ്പോൾ നിമിഷ് കോളേജ് കഴിഞ്ഞ് നമ്മൾ ലൂക്കൊക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ സിനിമയോടൊപ്പം തന്നെ പലപ്പോഴും ഡിസ്കസ് ചെയ്യുകയൊക്കെ ഇതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സൂരജ് ഒരു സിനിമയുടെ ഐഡിയേഷൻ മുതലേ കൂടെ നിൽക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ലൂക്കയുടെ ഒരു ഏതാണ്ട് ഒരു 3-4 ഡ്രാഫ്റ്റ് കഴിഞ്ഞ ശേഷം മുതൽ നിമിഷും അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിമിഷിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഹാർഡ് വർക്കിലുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനും നിമിഷിനെ പുഷ് ചെയ്ത് ആ സിനിമ ചെയ്യാനായിട്ട്. ഐ മീൻ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. നൗ നിമിഷ് ഈസ് ബിക്കമിങ് എ നേഷൻ വൈഡ് അറിയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടിയിരുന്ന സിനിമയുടെ സ്വഭാവം, ലുക്ക് ആൻഡ് ഫീലൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു DOP. വേറെ ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നത് ഒരു ഫിലിമായിരുന്ന കാലഘട്ടത്തിൽ നമ്മളൊരു സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യും, ഇപ്പം കറക്റ്റ് ആ ഫിലിമിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഫിലിം ഭയങ്കര എക്സ്പെൻസീവ് മീഡിയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഫുട്ടേജ് എടുക്കാതെ കറക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തെടുത്തെടുത്ത് പോകുന്ന രീതിയുണ്ടല്ലോ. അത് മാത്രമല്ല ആ ഫിലിം ലൈക്ക് ഒരു ലുക്ക് ആൻഡ് ഫീല്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ വളരെ മിനിമലിസ്റ്റിക് സിനിമയാണ്, മിണ്ടിയും പറഞ്ഞു. അപ്പോൾ ആ ഒരു മിനിമൽ ലുക്കിന് വേണ്ടിയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഈ പാറ്റേൺ ഫോളോ ചെയ്ത് തരുന്ന ഏറ്റവും സീനിയർ മോസ്റ്റ് DOPനെ എനിക്ക് കിട്ടി. അത് മധുവമ്പാട് സാറാണ്. അപ്പം അതിന് വേറെ റീസൺ കൂടെ ഉണ്ട്. ഡയറക്ടർ സലീം മുഹമ്മദാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഒരു ദിവസം സലീംക്ക എയർപോർട്ടിൽ നിന്ന് മധുവമ്പാട് അവർ കഴിഞ്ഞ സലീംക്കയുടെ മുന്നിട്ടുള്ള എല്ലാ സിനിമകളും ഇപ്പം ആദമിൻ്റെ മകൻ അബു, പത്തേമാരി ഒക്കെ ചെയ്ത് മധുവമ്പാട്ടാണ്. അപ്പം മസാറിനെ ഒരു ദിവസം എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ഞാൻ കൂടെ ചെന്നു. അപ്പം കാറിലിരുന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ മസാറിൻ്റെ അടുത്ത് കഥ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സലീമക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലിങ്ങാണ് മസാർ. മസാർ എയർപോർട്ടിൽ നിന്ന് എടപ്പള്ളി എത്തിയപ്പോഴേക്കും മസാർ ഡിസൈഡ് ചെയ്തു ഞാൻ ഈ സിനിമ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ദൂരം പോലും അല്ല. ആ കഥ പറഞ്ഞ കഥയിൽ നിന്ന് മസാർ അത് ചെയ്യുക, മസാർ തീരുമാനിച്ചു ഞാൻ ഈ സിനിമ ചെയ്യുന്നു. മസാർ ഇപ്പോഴും പറയുന്ന ഒരാളാണ്, ഞാൻ മലയാള സിനിമയ്ക്ക് ചെയ്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്യാതെ വിട്ട സിനിമകളാണെന്ന്. ഞാൻ മധുവമ്പാട്ട് എന്ന് പറയുന്ന DOPയെ കണ്ടിട്ടുള്ളത് ഞാൻ മദ്രാസിലായിരുന്ന സമയത്ത് അവിടെ ഒരു പ്രോഗ്രാമിൽ ലൈറ്റ്സ് ഓൺ എന്ന് പറഞ്ഞ് സത്യം തിയേറ്ററിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ സ്റ്റേജിലാണ്. അന്ന് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ആരോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മധുവമ്പാട്ട് സാർ ഉത്തരം പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊരു നോവൽ മുഴുവൻ വായിച്ചിട്ട് എനിക്ക് ആ വരി ഇഷ്ടമായി എന്ന് പറയുന്ന പോലെ ഉണ്ട്, എനിക്ക് ആ സിനിമ കണ്ടിട്ട് ആ ഷോട്ട് ഇഷ്ടമായി എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആ സിനിമ മുഴുവനായിട്ട് കാണൂ. ആ ഷോട്ടിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ല ആ സിനിമ ചെയ്തേക്കുന്നത്. ഈ ലോജിക്ക് വെച്ചിട്ടാണ് മധുവമ്പാട്ട് എന്ന് പറയുന്ന DOP വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇതായിരുന്നു ആവശ്യം. അതുകൊണ്ട് ഞങ്ങൾ മധുവമ്പാട്ട് സാറിലേക്ക് പോയി. ആൻഡ് ഐ എം സോ ബ്ലസ്ഡ് ടു വർക്ക് വിത്ത് ഹിം. ഇനിയും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു സിനിമാറ്റോഗ്രാഫറാണ്. മിണ്ടി പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലീന ഫോൺ വിളിച്ചിട്ട് സനലിനോട് പറയാണ്, മഴ പെയ്യുന്നുണ്ട് പുറത്ത്, ഇടിയൊക്കെ വെട്ടി. അപ്പം എനിക്ക് പേടിയാണ്. അപ്പം നീ എന്താ, നിനക്ക് നീ പേടിച്ചിരിക്കുകയാണോ? പേടി കുറച്ചിങ്ങനെ ഇത്തിരി. അപ്പം എന്താ വൈ ഷി അഫ്രൈഡ്, എന്ത് കാര്യം എന്ന് പറയും. എനിക്ക് കണക്റ്റായില്ല പെട്ടെന്ന്. പിന്നെയാണ് വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് യെസ്, ഇത് എപ്പോഴാണെങ്കിലും ഇപ്പം ഒട്ടും ഭയങ്കര അൺസർട്ടൺ ആണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വില്ലനാണ് മഴ ഇവിടെ. ഐ ലവ് മഴ. എനിക്ക് മഴ വേറൊരു മൂഡാണ്. ലൂക്കായാലും യു ഹാവ് പ്ലേസ്ഡ് മഴ ഒരു എന്താ പറയുക, ഒരു അവർ പിരിഞ്ഞ് അങ്ങ് വളരെ ഇൻറ്റൻസ് ആയിട്ട് ഇറങ്ങി പോകുമ്പോഴാണ് മഴ പെയ്യുന്നത്. ഓക്കെ, അതുവരെ അവർ ഭയങ്കര സ്നേഹത്തിൽ എപ്പോഴും ഭയങ്കര ബ്രൈറ്റ് ആൻഡ് സൺ ഇസ് ബ്രൈറ്റിങ്. ലൂക്കെ നമ്മൾ ലീനിയർ സിനിമയായിട്ട് കണ്ടു നോക്കാം. ലൂക്ക ഒരു ലീനിയർ സിനിമയായിട്ട് കാണുകയാണെങ്കിൽ എവിടെ ആയിരിക്കും ആ സിനിമ തുടങ്ങുക? അത് ലൂക്കയും നിഹാരികയും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അവിടെ നിന്ന് അവരുടെ പ്രണയമായിരിക്കും. പിന്നീട് ഉണ്ടാകുന്ന അവരുടെ സാഹചര്യങ്ങൾ, അവർ പിരിയുന്ന മൊമെന്റ്, പിന്നെ നിഹാരിക ബാംഗ്ലൂർക്കുള്ള പോക്ക്, ലൂക്കയുടെ മരണം, ലൂക്കയുടെ ഡെഡ് ബോഡി കണ്ടു, അവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ. ഇനി സീസൺ ആയിട്ട് കണ്ടു നോക്ക്. അപ്പോൾ ഫസ്റ്റ് സീസൺ സമ്മറാണ്. ഓക്കെ, നല്ല ബ്രൈറ്റ് സൺ, ഭയങ്കര ഹെവി സമ്മർ ടൈമിലാണ് ശരിക്കും അവർ സ്നേഹിക്കുന്നത്. അവിടുത്തെ വിഷ്വൽ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഒരു വാൻഗോഗ് പെയിന്റിങ്ങിൽ കാണുന്ന കൈൻഡ് ഓഫ് ബ്രൈറ്റർ കളേഴ്സ് ആണ്.
ടർക്കോയ്സ് ബ്ലൂ ആൻഡ് യെല്ലോ തീം പിടിച്ചിട്ടാണ് ലൂക്കയുടെ. ശരി. ഇത് ആദ്യത്തെ മഴ എവിടെയാണ് തുടങ്ങുന്നത് ലൂക്കയിൽ? അവര് പിരിയുമ്പോ അതെ, നീല നേരത്തിൽ പാട്ടില് അവൾ ഇറങ്ങി പുറത്തേക്ക് പോകുന്ന നിമിഷമാണ് ആദ്യത്തെ മഴ തുടങ്ങുന്നതും. പിന്നീട് അങ്ങോട്ട് ചെറിയ മഴയിൽ തുടങ്ങി പെരുമഴക്കാലാണ്. when he dies അല്ലേ? പിന്നെ പെരുമഴ ബിൽഡ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അവിടെ ഒരു നംനെസ് ഉണ്ട്, ഭയങ്കര ഒരു മരവിപ്പുണ്ട്. കാരണം ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെയും വൈഫിൻ്റെയും ലൈഫിൽ ഒരു ഡിവോഴ്സ് നടക്കുകയാണ്. അവരുടെ ഭയങ്കര ഡ്രൈ ആണ് അവരുടെ ലൈഫ്. അപ്പോൾ അവിടെ ഒരു മടുപ്പും മരവിപ്പും ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഹെവിനെസ്സും ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ്. പിന്നെ മഴ നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് ലൂക്കയിൽ. അവിടെ അക്ബറും ഫാത്തിമയും തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ആ ലൂക്ക നിഹാരികയും ഏത് കഫേയിലാണോ ആദ്യം സംസാരിച്ചത് അതേ കഫേയിൽ അതേ സീറ്റിലാണ് അക്ബറും ഫാത്തിമയും ഇരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചേക്കുന്ന കളർ ടോൺ ലൂക്കയുടെ കളർ ടോണാണ്, ലൂക്ക നിഹാരികയുടെ ബ്രൈറ്റർ കളർ ടോണാണ്. മനസ്സിലായി? അവിടെ വീണ്ടും മഴയൊക്കെ മാറി സണ്ണിയായി. സോ ഇവിടെ ഈ രീതിയിലാണ് മഴേനെ ലൂക്കയിൽ യൂസ് ചെയ്തേക്കുന്നത്. മിണ്ടിയും പറഞ്ഞും മഴയെ ഒരു കഥാപാത്രമായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ടല്ല, മഴ ഉടനീളം ഒരു വില്ലനായിട്ടാണ് ഇവരുടെ ലൈഫ് നിൽക്കുന്നത്. ഇവരെ ഒരു കാലത്തും ഒരുമിപ്പിക്കാൻ വിടാത്ത ഒരു ഘടകം മഴയാണ്. ഈ പാസ്റ്റിൽ അവർ ഒരു സിനിമയ്ക്ക് പോവാം എന്ന് വിചാരിച്ച ദിവസം മഴയായതുകൊണ്ട് സിനിമയ്ക്ക് പോകാണ്ടിരിക്കുന്നു. പിന്നെ ഇവർ കല്യാണ ശേഷം ഒരുമിച്ചൊരു വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. അന്ന് നൈറ്റ് അവർ പരസ്പരം സ്നേഹിക്കാൻ വരുമ്പോഴേക്കും മഴ ആ വീട് മുഴുവൻ ചോരുന്നു. ഇതേപോലെ മഴ ഉടനീളം. ഇന്ന് സനൽ വന്നേക്കുന്നത് ഒരു റെഡ് അലേർട്ട് ഉള്ള ദിവസമാണ്. സോ മഴ ഉടനീളം ഒരു കഥാപാത്രമായിട്ടാണ് വേണ്ടിയും പറഞ്ഞത്. അതിനൊരു ചെറിയൊരു പേഴ്സണൽ ഇതും കൂടെ ഉണ്ട്. ഇപ്പം ഷെമി പറഞ്ഞതുപോലെ മഴ 2018 വരെ മിക്ക മലയാളികൾക്കും മറ്റേ കട്ടൻ ചായയും ക്ലാരയൊക്കെ ആയിരുന്നു. പക്ഷെ 2018 ശേഷം എനിക്ക് തോന്നുന്നില്ല ബഹുഭൂരിപക്ഷം മലയാളം, ഞാൻ ഉൾപ്പെടെയുള്ളവർ, ലീനയെ സംബന്ധിച്ചിടത്തോളം ഒരു മഴക്കാലത്താണ് അവളുടെ അമ്മ മലയിടിച്ചിലിൽ മരിച്ചു പോകുന്നത്. അവളെ സംബന്ധിച്ചോളം ജീവിതകാലം മുഴുവൻ അതൊരു ട്രോമയാണ്. അപ്പം അത് നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് നോക്കാം. അതൊരു പേഴ്സണൽ കണക്ഷൻ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം എനിക്ക് മാത്രമല്ല, ഇത് കാണുന്ന ഒട്ടുമിക്ക മലയാളികൾക്കും ഇതിൻ്റെ ഇതിലൂടെ പോയിട്ടുള്ളവർക്ക് അങ്ങനെ തന്നെയാണ് മഴ. ഒരു ദിവസം 2 ദിവസമൊക്കെ മഴ രസമുണ്ട്, തണുപ്പുണ്ട്. 4 ദിവസം അടുപ്പിച്ചായി കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ വീട്ടിൽ അടുത്ത് മുകൾ നിലയിലേക്ക് എടുത്ത് വെക്കണോ എന്നുള്ള ചർച്ചകളിലേക്ക് തന്നെയാണ് ഇപ്പോഴും പോകാറുള്ളത്. തീർച്ചയായിട്ടും അത് നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിവേസ് ഇറ്റ് വാസ് റിയലി നൈസ് ടോക്കിംഗ് ടു യു. നല്ല കംഫർട്ടബിൾ ആയ ഒരു ചാറ്റായിരുന്നു അല്ലേ? ഐ ഹോപ്പ് ആൾക്കാർക്കും അതുപോലെ തന്നെ കണക്റ്റായി, സിനിമ കണക്ട് ആയതുപോലെ തന്നെ ചാറ്റും കണക്റ്റായി. ഞാൻ തിരിച്ചാ പറയണേ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.